വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. കേസിലെ പ്രധാന പ്രതികളായ തമിഴ്നാട് നാമക്കൽ സ്വദേശികളായ ദിനേശ്, അജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. 2024 ജനുവരി 31 രാവിലെ 10 മണിക്ക് കോയമ്പത്തൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ഇന്നോവ കാറിലും സിയാസ് കാറിലുമായി വന്ന സംഘം ആക്രമിച്ച് വാഗനാർ കാറും പണവും തട്ടിയെടുക്കുകയും തുടർന്ന് ആക്രമികൾ വാഗനാർ കാർ ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയുമായിരുന്നു. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPS പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ CCTV ക്യാമറകൾ പരിശോധിച്ചും മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. പ്രതികളായ ജോൺസൺ, ശിവ, ഭരത്, ജയൻ എന്ന കോടാലി ജയൻ, അമൽ ജോസ്, ശ്രീജേഷ്, വിജേഷ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഒളിവിൽ പോയ മറ്റ് പ്രതികളെ കണ്ടെത്തുന്നതിനു വേണ്ടി പ്രത്യേക സംഘം മാസങ്ങളോളം തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് കേസിലെ പ്രധാന പ്രതികളായ ദിനേശ് കുമാർ, അജിത്ത് എന്നിവരെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ച് പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികൾ തമിഴ്നാട്ടിലെ ഗുണ്ടാ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങളാണ്. പ്രതികൾക്ക് തമിഴ്നാട്ടിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട്. കേസിൽ ഇനിയും പ്രതികൾ പിടിയിലാവാൻ ഉണ്ടെന്നും മറ്റ് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK പത്മരാജന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ മണികണ്ഠൻ, K മധുസൂദനൻ, SCPO സന്ദീപ് S, CPOമാരായ മിജേഷ് R, ദിനേശ് B എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്,